ദേവരയുടെ FDFS കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഞങ്ങൾ. ദേവരയുടെ തലവര എന്താന്ന് നോക്കാം. ദേവരല്ല വരയ്ക്ക് പ്രാധാന്യമുണ്ട്. അതെ, വരയ്ക്ക് വളരെ പിന്നെ എന്ത് സ്പോയിലർ ഇന്നിറങ്ങിയ പടമല്ല. അപ്പൊ ശരി. എന്നാലും അതായത് നിങ്ങൾ ഈ സിനിമ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്പോയിലർ ആവാനുള്ള കാര്യമൊന്നുമില്ല. ഈ ഒരു ട്രെയിലർ തന്നെ ഫുൾ പടത്തിൻ്റെ ഐഡിയയും കഥയും സസ്പെൻസും പരിപാടിയും എല്ലാം ഇവരാ ട്രെയിലർ തന്നെ പൊളിക്കുന്നുണ്ട്. പിന്നെ NTR ഫാൻസ് ഈ വീഡിയോകളിൽ നിന്ന് മാറുന്നേക്കട്ടെ. അതെ, NTR ഫാൻസ് ഈ വീഡിയോ തുറന്ന് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നിങ്ങൾക്ക് വിഷമം വരും, ശരിക്കും വിഷമം വരും. അപ്പോൾ പറയാം, പറ. ഓവറോൾ അഭിപ്രായം എന്താണ്? ഇഷ്ടപ്പെട്ടില്ല? ഓവറോൾ അഭിപ്രായം ഒരു ഭയങ്കര പഴകിയ ഒരു സിനിമ നമ്മുടെ മുമ്പിൽ വീണ്ടും വെള്ളിത്തിരയിൽ നമ്മൾ കാണുകയാണ്. പക്ഷെ അതിലും പഴയതാട്ടം കൊണ്ടുവരുന്നത്. അതെ, അതിനകത്തൊരു ഇവർക്ക് ആ പടം പുതിയതായിട്ടുണ്ടായിരുന്നത് ആ സെറ്റിംഗ് ആണ്. അതെ, ഇവര് ആ ഒരു വേൾഡ് 4 ഗ്രാമങ്ങൾ, കടപ്പുറത്തിൻ്റെ സൈഡിലുള്ള കടലോരത്തെ 4 ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിൽ നടക്കുന്ന കഥ, അവരുടെ കൾച്ചർ. പക്ഷെ ഇതൊന്നും അവർക്ക് വേണ്ട, ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഗ്രാമത്താണ് കഥ നടക്കുന്നതെന്ന് പറയും, പിന്നെ പഴയ കഥയിലേക്ക് ഇങ്ങനെ. പക്ഷേ ഈ 4 ഗ്രാമത്തിലെ 2 ഗ്രാമത്തിലെ ആൾക്കാരെ മാത്രമേ നമ്മളെ പരിചയപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ഒന്നും പരിചയപ്പെടുത്തില്ല. ബാക്കിയുള്ളവർ കഴിവില്ലാത്തവരാന്ന് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ബാക്കി ഗ്രാമത്തിൽ അവർക്ക് ഇതിലൊന്നും കഴിവില്ലാന്ന് പറയുന്നുണ്ട്. പിന്നെ NTRനെ പറ്റി പറയുകയാണെങ്കിൽ NTR ചോദിച്ചാണ്, അണ്ണാ ബാഹുബലി പോലൊരു പടം എനിക്കും വേണം. എന്തിനാ അതുപോലത്തെ ഒരു പടം? അത് തന്നെ അടിച്ചു വെച്ച് തരാം. അതെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാഹുബലി കണ്ടവർക്കറിയാം. നിങ്ങൾ ഈ സിനിമ കാണുമെന്നൊക്കെ ഒരു കാര്യം മനസ്സിലാവും. ബാഹുബലി ഈ സിനിമയുടെ നോർമൽ കഥ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് യൂഷ്വലി ഒരു സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് സ്ഥിരം പറയുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പറഞ്ഞാൽ ഇത് ബാഹുബലി തന്നെയാവും. അപ്പോൾ ഇവരതിന് ചേഞ്ച് വരുത്താൻ വേണ്ടി ക്ലീഷേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഈ സെക്കൻഡ് ഹാഫിൽ വരേണ്ട എലമെന്റ് എന്ന് ഉദ്ദേശിച്ചത് യൂഷ്വൽ ട്രാക്കിൽ സെക്കൻഡ് ഹാഫ് വരേണ്ട എലമെന്റ്. യൂഷ്വലി നമ്മൾ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്ത് ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയിട്ട് ഈ സസ്പെൻസ് എന്താന്നുള്ളത് ഫ്ലാഷ് ബാക്കിൽ പറയും. ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫ്ലാഷ് ബാക്ക് ആദ്യം അങ്ങ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതിയ കഥയിലേക്ക് വരിക. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഇടിയും. അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്ന പോലെ കുറച്ച് സമയം എടുത്ത് ഇവർ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോയി നമ്മുടെ നായകൻ ഇങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചു തന്നു. നായകന്റെ ഒരു പവർഫുൾ ഫൈറ്റ് സീക്വൻസ് എത്തുന്ന പോയിന്റ് ഈ പടത്തിൽ എത്തുമ്പോഴത്തേക്കും ക്ലൈമാക്സ് എന്ന് പറയുന്നത് തിരിച്ചു. അതായത് ഫസ്റ്റ് ഹാഫ് എടുത്ത് സെക്കൻഡ് ഹാഫ് എടുത്ത് ഫസ്റ്റ് ഹാഫ് ഇട്ട ഒരു ഫീൽ ഈ പടം കാണുമ്പോൾ തിരിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ള അഭിപ്രായം കുറച്ചുകൂടെ. പക്ഷെ അതാവുമ്പോൾ കുറച്ച് യൂഷ്വൽ പരിപാടിയാണെന്ന് തോന്നും. പക്ഷെ എന്നാലും സ്റ്റിൽ അത് ഭേദമായിരുന്നു തോന്നും. അതന്നെ ഞാൻ പറയാൻ, ഇത് കാണുന്നവർ വിചാരിക്കും ഇതിപ്പോൾ ക്ലീഷേ ബ്രേക്ക് ചെയ്തില്ല, പിന്നെ മാർക്ക് എന്താ വിഷമം ചോദിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ക്ലീഷേ ആയിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ എങ്കിലും ആണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ക്ലീഷേ ഒരിക്കലും ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്തു, ബാക്കി ഒരു 10-15 ക്ലീഷേ. അതല്ല, ക്ലീഷേ എന്ന് പറയുന്ന ഒരിക്കലും മോശമായ കാര്യമല്ല. അത് സിനിമയിൽ ക്ലീഷേ വേണം, ക്ലീഷേ ഉണ്ട്. ക്ലീഷേ ആണ് എപ്പോഴും സിനിമയെ താങ്ങി നിർത്തുന്ന എലമെന്റിൽ ഒന്ന് തന്നെയാണ് ക്ലീഷേ. കണ്ട് പരിചയിച്ച ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഒരു കഥാ രീതി, ഇതൊക്കെയാണ് ക്ലീഷേ എന്ന് പറയുന്നത്. അപ്പം നമുക്കത് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ്. പക്ഷെ അത് എങ്ങനെ ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു അതിനൊക്കെ പുതുമ കൊണ്ടുവരാം. ഒരു ക്ലീഷേ സംഭവമാണെങ്കിൽ അതിന് ഇപ്പം അച്ഛനും മകനും ഒരേ ആൾ തന്നെ ചെയ്യുക, അച്ഛൻ മെയിൻ ആയിരുന്നു, മകൻ പിന്നീട് മെയിൻ ആവുന്നു, ഇതൊക്കെ ഈ സാധനമൊക്കെ കുറെ കണ്ടെങ്കിലും വീണ്ടും കാണാം വേറൊരു രീതി. അത് തന്നെ ഇത് ഇനിയും അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് അവർ തന്നെ ഇതേ പാറ്റേൺ പടം എടുക്കും. പക്ഷെ അത് ആ അവതരണത്തിലൊരു പുതുമ ഉണ്ടാവും. ഇത് പക്ഷേ ഒന്നുമില്ല. ഇവര് അവതരണത്തിൽ പിന്നെ ഒരു 10 വർഷം, ഒരു 10-12 വർഷം പുറകോട്ട് പോയതുപോലെ അല്ലേ? ഇത് കുറച്ചധികം സംസാരമാണ്. അപ്പോഴാണ് പടം ശരിക്കും ഇടിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പിന്നെയും നമുക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ രസമുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ഒരു താഴോട്ട് പോകും. അതൊരു പ്രധാന ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ, അതായത് നായികയുടെ ഇൻട്രൊഡക്ഷനോടെ ഈ സിനിമയുടെ തലവര തന്നെ മാറുകയാണ്. കണ്ടോണ്ടിരിക്കാറുണ്ട് നമുക്ക്. അതായത് വേറൊന്നും വേണ്ട, ചുമ്മാ നായിക വെറുതെ കണ്ടോണ്ടിരുന്നാൽ മതി സ്ക്രീനിലെങ്കിൽ ഓക്കെയാണ്. പക്ഷെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ മ്യൂട്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാന സംഭവമാണ് ഈ മലയാളം ഡബിങ്. ഓ അതെ. അത് ഈ വർഷങ്ങളായിട്ടുള്ളൊരു മലയാളം ഡബിങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തെലുങ്ക് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് കേട്ടോണ്ടിരുന്നാൽ 5 ക്യാരക്ടേഴ്സ് സംസാരിക്കുകയാണെങ്കിൽ 5 പേര് ഒരേ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ണടച്ച് കേൾക്കുമ്പോഴത്തേക്കും അതല്ല സിനിമ കണ്ണടച്ച് കാണേണ്ട കാര്യമല്ല. എന്നാലും പറയാം, എല്ലാവരും ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. അതല്ലാതെ ഒരു
മോഡുലേഷനോ ഒരു പാറ്റേണോ ഒന്നുമില്ല. എല്ലാവരും ഈ കലിപ്പായിട്ട് വന്ന് ഈ ഒരു പാറ്റേണിലങ്ങ് സംസാരിക്കുക. എമോഷൻ സെറ്റുകളിൽ വരെ അങ്ങനെ സംസാരിക്കും എപ്പോഴും ഈ സാധനം തന്നെ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര എന്താ ഇയാളെ പോലെയാണ് അയാൾ. ഇവരൊക്കെ ഒരു അച്ഛി വാർത്ത പോലത്തെ എല്ലാവരും ഒരു സ്ഥലത്ത് ആൾക്കാരാണല്ലോ, പിന്നെ സംസാരിച്ചൂടെ എന്ന് ചോദിക്കുന്ന പോലെ. അല്ല, എല്ലാരും എന്തൊക്കെയുണ്ട് മോനെ സുഖമാണോ, ഈ ലൈനില്ല എന്തോടെ നിനക്ക് സുഖമാണോ ഇങ്ങനെ. പടത്തിൽ എന്റർടൈൻമെന്റ് ഷൈൻ ടോം ചാക്കോ ആയിരുന്നു. അത് വേറെ ഈ സിനിമയില് ശരിക്കും ഷൈൻ ടോം ചാക്കോയും സുദേവ് നായരും ഇവർക്ക് രണ്ടുപേർക്കും തെലുങ്കില് ടോളിവുഡിൽ ഒരു എക്സ്പോഷർ കിട്ടും ഈ സിനിമയിലൂടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അവിടെയുള്ള കുറച്ച് ആൾക്കാരോട് ശ്രദ്ധിക്കുന്ന പോലത്തെ. ദസറ ചെയ്തായിരുന്നു ശരിയാണ്. പക്ഷേ ഈ സിനിമയിൽ അവർ NTR ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് കൂടുതൽ ഇപ്പൊ ദസറയിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഒരു ഒരുപാട് മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. നരയൻ ഉണ്ടായിരുന്നു. നരയന്റെ റോള് ഭയങ്കര മോശം റോളായിപ്പോയി. അത് പടത്തിൽ എല്ലാവരും അങ്ങനെ നടന്നു. അതെ, മോശം റോൾ ഉദ്ദേശിച്ചത് ഇപ്പം മലയാളം ഡബിങ്ങിലേക്ക് വരുമ്പോൾ നരയൻ ഒരു വലിയ സീനുണ്ട്. ആ സീൻ ഹോൾഡ് ചെയ്യുന്ന നരയനാണ്. പക്ഷെ അത് ഡബ് ചെയ്തപ്പം ഇപ്പൊ ഒരു പേപ്പറിൽ നോക്കി വായിക്കുന്ന രീതിയിലുള്ള മലയാളം തർജ്ജമയുടെ പ്രശ്നമാണ്. ആ ഏരിയയിലെ ഡയലോഗ് ഭയങ്കര. അത് ആക്ച്വലി ഇപ്പം ഡബിങ് സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഇത് ഡയറക്ട് ചെയ്യാൻ ഒരാൾ വേണം. അതായത് പറയുന്നത് ഇങ്ങനെയല്ല, ഇത് ഈ ടോണിൽ പറയുന്നുള്ള നമുക്ക് ഡബിങ്ങിന്റെ കുറച്ച്. കാരണം ഇവരെ ഇപ്പം നരേൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്, ഷൈൻ ടോം ചാക്കോ തന്നെയാണ് പുള്ളിക്ക് ഡബ് ചെയ്തിരിക്കുന്നത്, സുദേവ് നായർ തന്നെയാണ് പുള്ളിക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെയാണ് അവർക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഡയലോഗുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അവിടെ ഒരാൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ അവതരിപ്പിച്ച അല്ലെങ്കിൽ അവൾ അഭിനയിക്കുമ്പോൾ അതേ പാറ്റേൺ ആണോ ഇതൊന്നും അറിയില്ല. പക്ഷെ ഇത് നരേന്റെ ആ സീൻ വരുമ്പോൾ ശരിക്കും അവിടെ കുറച്ച് ഡൗൺ ആവും. അതായത് നമ്മൾ ഈ പേപ്പർ നോക്കിയിട്ട് നമ്മൾ ഈ ഡയലോഗ് തെറ്റിക്കാതെ വായിക്കുന്ന ഒരു ഫീല് അവിടെ ഭയങ്കര. അത് പക്ഷേ ക്രൂഷ്യൽ സീനാണ്. അവിടെ തൊട്ടാണ് നമ്മുടെ നായകൻ ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ഉണ്ടാവേണ്ടത്. പക്ഷേ ആ സീൻ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എസ്സേ വായിക്കുന്ന പോലെ ഇങ്ങനെ പറയുമോ. പിന്നെ എല്ലാ സീനിലും ഈ പറയുന്ന പോലെ ഓഡിയൻസിന് ഇൻഫർമേഷൻ കൊടുക്കും. ആ ഇൻഫർമേഷൻ ഓഡിയൻസിന് ഓൾറെഡി അറിയാം. അതാണ് ഈ സീനുകൾക്കുള്ളൊരു പ്രശ്നം. അതായത് ഒരു 15 മിനിറ്റ് കൊണ്ട് ഓഡിയൻസിന് മനസ്സിലായ സാധനം പിന്നെ ഒരു കഥാപാത്രം വന്നിങ്ങനെ എസ്സേ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ആ സംഭവം മനസ്സിലാവാത്തവരുണ്ടെ മനസ്സിലാക്കിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഇത് ഈ കാണിക്കുന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നറേഷന് പുള്ളി ഇങ്ങനെ. അതായത് അല്ല, പ്രകാശ് രാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രകാശ് രാജ് ഇങ്ങനെ ഇരിക്കുക. മറ്റേ മെയിൻ ക്യാരക്ടേഴ്സ് കുറച്ച് പോലീസുകാർ വന്നിട്ട് കഥ അറിയാൻ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കഥ പറയാൻ റെഡി ആയിട്ട്, സാർ ഞാനിവിടെ സാർ കഥ കേൾക്കണ്ടേ, എൻ്റെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് പുള്ളി കഥ പറയാൻ തുടങ്ങുന്ന പോലെ പിന്നെ ഒരു പോക്ക. അതിന് അത് തന്നെ ഈ പ്രകാശ് രാജിന്റെ ഡബിങ് തന്നെ ഇടയ്ക്ക് മാറുന്നുണ്ട്. രണ്ടുപേര് ഒരേ ക്യാരക്ടറിനൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രകാശ് രാജിന്റെ ഇടയ്ക്ക് ഒരു പെട്ടെന്ന് ഒരു വേറൊരു വോയിസ് മോഡുലേഷനിൽ ഈ ഡബിങ് നടന്നുകൊണ്ടിരിക്കും. അത് മലയാളിയും അല്ല, അത് തന്നെ, അത് മലയാളിയല്ല. അദ്ദേഹം പറയുമ്പോൾ തന്നെ ഒരു മലയാള ചൊവയോടെ സംസാരിക്കുന്ന ഒരു മലയാള ചൊവയോട്. അപ്പൊ നമ്മൾ ഇതാരെ ഇത് പെട്ടെന്ന് വേറൊരാളൊന്നും നറേറ്റ് ചെയ്യുന്നു ഈ പടം. പിന്നെ VFX നമ്മള് ട്രെയിലറിൽ കണ്ടതുപോലെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ എന്നാലും VFX അല്ല പ്രധാന. അതൊരു ഭയങ്കര വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പടത്തിന്. കാരണം വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഥ മറ്റേ ഗോട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്തും പ്രശ്നക്കാരൻ NTR അല്ല, നമ്മുടെ കൊരട്ടല സിവയാണ്. പുള്ളിയുടെ എഴുത്തും റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ആണ് ഈ പ്രശ്നം ഈ രണ്ട് പടത്തിൽ. പക്ഷേ പുള്ളി ഇതിനു മുമ്പ് ചെയ്ത കുറച്ച് പടങ്ങളിൽ, അതായത് ഈ ആചാര്യ ഞാൻ കണ്ടിട്ടില്ല, അതിനു മുമ്പുള്ള പുള്ളിയുടെ കുറച്ച് സിനിമകൾ കണ്ടതിൽ പുള്ളി കുറച്ച് തെലുങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ മാസ് ഫിലിംസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ യൂഷ്വൽ എന്താ പറയുക ഒരുപാട് ഓവർ ഈ ക്രിഞ്ചിലേക്കൊക്കെ പോകുന്നതിന് പകരം കുറച്ചുകൂടെ ഒരു കാമൻ കമ്പോസ്റ്റ് ആയിട്ട് ലൈനിലാണ് പുള്ളിയുടെ ബാക്കി ഇതിനു മുമ്പുള്ള കുറച്ച് പടങ്ങൾ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും വിചാരിച്ചു. പക്ഷേ ഇതിപ്പോ ഒരു റെഗുലർ തെലുങ്ക് പടത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്തെ ഒരു സ്ത്രീ കഥാപാത്രത്തിനും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പടത്തിൽ തന്നെ പറയുന്നുണ്ട്, അടി തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് സ്ത്രീകളും കുട്ടികളൊക്കെ മാറിപ്പോക്കും, എല്ലാവരും വിളിച്ചിരുന്നു, ഞങ്ങൾ ഇടിവെക്കാൻ പോവാണ്. അതേപോലെ തന്നെ നായികയെ ഒരുപാട് സിനിമകളിൽ നായിക എഴുതുമ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടോ അത് തന്നെ ഇവിടെ മറ്റൊന്നുമില്ല. ചുമ്മാ വന്ന് നായകനെ നോക്കി ഓ മസില് കണ്ടോ, ആ മസില് ശരവഞ്ചരത്തി തൊട്ട് എനിക്ക് മല്ലയുദ്ധനായ മല്ലയുദ്ധനെ തന്നെ കെട്ടത്തുള്ളത് പറഞ്ഞാണ്. അച്ഛൻ മല്ലയുദ്ധൻ അല്ലെങ്കിൽ മകൻ കഴിഞ്ഞു പോയി. വേറെ ഒന്നും എനിക്ക് ജീവിക്കുന്നത് തന്നെ NTR ആണെന്നെ കെട്ടാൻ. അടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇതിലെ ഫൈറ്റ് സീക്വൻസ് അതുപോലും മര്യാദക്ക് അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 1-2 സ്റ്റൺസ് ഉള്ളായിരുന്നു. മറ്റേ ട്രെയിലറിൽ കാണില്ല, മുഖത്ത് ഇങ്ങനെ തീ ഒരാളിങ്ങനെ ഇടിച്ചിട്ട് മറ്റേ അയാളുടെ ഫേസ് മൊത്തം കത്തിപ്പോകുന്ന ഒരു സീൻ. മറ്റേ ഇതിന്റെ കുറച്ച് അത് നല്ല രസം. 1-2 സാധനമൊക്കെ ഈ കല്ലേലെടുത്ത് എറിയത്തില്ല, അതൊക്കെ നല്ല ഇടി കൊള്ളുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി അതിന്റെ പോലും കട്ട്സ് പോലും ഭയങ്കര എന്താ പറയാ കട്ട് ചെയ്തതിലുണ്ട്. പിന്നെ ഈ റാമ്പിംഗ് ഇല്ല, ഈ സ്പീഡ് റാമ്പിങ്ങിന്റെ ഇഷ്യൂ കാരണമാണ് ഇതിനൊരു ഒഴുക്കില്ലാത്തത്. പക്ഷെ കുറച്ച് സ്റ്റൺസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവര്.
ഇവർ ഇടിച്ചിടിച്ച് നേരം വെളുക്കുകയാണ്. എന്നിട്ട് നേരം വെളുത്തിട്ട് വീണ്ടും പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ സ്വന്തം കണ്ടിട്ട് എനിക്കൊന്നും ജോൺ വിക്കിന്റെ പരിപാടിയാണെന്ന് തോന്നി. വെടിവെച്ച് നേരം വെളുപ്പിക്കത്തില്ലേ. പക്ഷെ അത് കൺവിൻസ് ആയില്ല. പക്ഷേ ഇത് നമുക്ക് കുറച്ച് സ്പീഡായിട്ട് കാണിക്കണം. നമുക്ക് ഇത്ര സമയമില്ല. നമുക്ക് ഒന്നിനും, അതായത് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ വരുന്ന ഓഡിയൻസിന് ഒട്ടും ക്ഷമയില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. 10 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ഇവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കണം. അത് അങ്ങനെ ഒരു കാണിക്കണമെന്നുണ്ട്, എന്നാൽ കാണിക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ മുമ്പോട്ടൊക്കെ എറിയുക. ഇങ്ങനെ ഓരോ 10 മിനിറ്റ് ഓരോ സാധനങ്ങൾ വരുന്നു, ആക്ഷൻ വരുന്നു, പാട്ട് വരുന്നു, പരിപാടി വരുന്നു, എല്ലാം വരുന്നു. പക്ഷെ നമുക്കിത് എന്താ ഒരു പാട്ടില്ല താനും. അതെ, ദാവൂദി എന്ന് പറഞ്ഞ പാട്ട്. ശരി, അതുകൊണ്ടാണ് അതുകൂടെ വെക്കായിരുന്നു. ചുട്ടമല്ല തന്നെ ഇങ്ങനെ പെട്ടെന്ന് ചാടി വരും. അത് തന്നെ പാട്ടിന്റെ പ്ലേസ്മെന്റ്, അതാണ് പ്രശ്നം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി വരുന്നത് ഈ മകന്റെ കഥയിലാണ്. അപ്പോൾ ആ മകന്റെ കഥ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അപ്പോഴത്തേക്കും അവിടെ വരേണ്ട ആ പ്ലേസ്മെന്റിന്റെ ഒരു പ്രശ്നം പോലെ. ഇന്റർകട്ട് ആയിരുന്നെങ്കിലും വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു. ഇതിപ്പോ ഈ കഥ പറയാൻ വേണ്ടി കുറെ പോലീസുകാരെ കൊണ്ടുവന്നു. അവരെന്തിനാണോ വന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്ത പോലെ. അവര് ഏതോ ആരെയും തപ്പി വന്നു, യതി എന്ന് പറഞ്ഞ ഒരാളെ തപ്പി വരുന്നു. അപ്പൊ അവരുടെ അടുത്ത് പ്രകാശ് രാജ് പോലും ഈ ആക്ച്വൽ സ്റ്റോറിക്കകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളല്ല. പുള്ളി സംഭവം നടക്കുമ്പോഴൊക്കെ ഓടി വന്ന് നോക്കും എന്താ ഇവിടെ നടക്കുന്നത്. ഗ്രാമത്തിലുള്ള കാണുന്ന ഒരാൾ, അതെ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. പുള്ളി വന്നിട്ട് അടുത്തൊരാളോട് കഥ പറഞ്ഞു കൊടുക്കുന്നു. KGF പോലും പുള്ളിയെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കഥയ്ക്ക്. അതായത് അച്ഛൻ എഴുതിക്കൊണ്ടിരുന്ന കഥ മകൻ വന്ന് കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നുണ്ട്, മകൻ അത് ബാക്കി പറയുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പോലും ഇല്ല. KGF പുള്ളിയുടെ നരേഷൻ നമുക്ക് ഒരുപാട് നല്ല രസമായിട്ട് രീതിയിലാണ് കൊണ്ടുവന്നത്. അത് നല്ലപോലെ എഴുതണം. ഇവിടെ അങ്ങനെ എഴുത്തില്ല, അതുകൊണ്ടാണ്. ഇത് നമുക്ക് കുറെ എലമെന്റ്സ് ഉണ്ട്. അതായത് ഈ സിനിമ ഒരു നല്ല ഒരു ആക്ഷൻ പടത്തിനുള്ള ഒരു മാസ് പടത്തിനുള്ള സംഭവം എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലായി. അതായത് ഈ പറയുന്ന പോലെ കുറെ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് വന്നത് കൊണ്ട് ചേട്ടാ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. പക്ഷെ നമ്മളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. പ്ലേസ്മെന്റ് ആണ് പ്രശ്നം. ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ ദേവരായിട്ട് പോലും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യത്തില്ല. ആ മെയിൻ ക്യാരക്ടറോട്ട് നമ്മൾ പോലെ ഇമോഷൻ കണക്ട് ആകുന്നില്ല. പിന്നെ നമ്മൾ ആരോട്ട് കണക്ട് ആകാൻ പടത്തിൽ ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്കിത് ഇൻട്രസ്റ്റിംഗ് ആയാൽ മതിയായിരുന്നു. അല്ല, ഇമോഷൻ കണക്ഷൻ വന്നാലും നമുക്ക് ആ ഒരു ഇത് വരത്തുള്ളൂ. കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ ആ സെറ്റപ്പ് പോലും പുള്ളി ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. കാരണം തുടക്കം മകനുമായിട്ടുള്ള സീനില്ല. അതായത് എന്റെ അപ്പൂപ്പന്റെ കഥയൊക്കെ നല്ല കഥയാണ്, പക്ഷെ എന്റെ കഥ അതിനുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഈ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആവണ്ട. പക്ഷെ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്കും. ആ സ്റ്റോറി ലൈൻസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തുടക്കം ഉപേക്ഷിച്ചിട്ട് ഇവര് വേറെ വഴിക്കൊക്കെ പോകും. അതിലൊന്നും അല്ല ഇൻട്രസ്റ്റ്. എന്തിനങ്ങനെ കഥയൊക്കെ പറയണം? ഇവിടെ ഇടിക്കണം. ഒരു 10-50 പേര് വരുമ്പോൾ നായ ഒറ്റക്കാരെ ഇടിക്കുന്നു. അവിടെ എന്ത് പ്രശ്നം പറ്റിയാലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അനിരുദ്ധ് ഉള്ളത് കൊണ്ട് ഇവരങ്ങ് ചെയ്യാണ്. പക്ഷെ അനിരുദ്ധ് വിചാരിച്ചിട്ടും ഇതിനെ ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാര്യം നല്ല ഈ ബീജിയമൊക്കെ ഉണ്ടെങ്കിലും ഇത് വന്ന് വീഴുന്ന സ്ഥലം പ്ലേസ്മെൻറ്റ് അതായത് വിഷ്വലി അവിടെ അത്രയും ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നല്ല ബീജിയമാണ്. പക്ഷേ അത് ബീജിയം കേട്ടോണ്ടിരിക്കാമെങ്കിലും വിഷ്വലി അത്രയും നല്ല സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ സെറ്റിങ് നന്നായിട്ടല്ല. ഇപ്പം ഇടിക്കണം എന്നുള്ളതിനൊരു ഭയങ്കര ഒരു റീസണിങ് അല്ലെങ്കിൽ ആ ഇടിയിലേക്ക് നയിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് ഭയങ്കര വീക്കായതുകൊണ്ട് നമുക്ക് ആ ആക്ഷനും പരിപാടി ഒന്നും തന്നെ ഏക്കൂല. പിന്നെ ക്ലൈമാക്സ് മറ്റേ കട്ടപ്പ എന്തിനാ ബാഹുബലിയെ കൊന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാൻ വേണം. പക്ഷെ ആ ചോദ്യം ചോദിക്കാൻ ഉത്തരം കാണിക്കുകയും ചെയ്തു. അതിനിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ല, നീ നമ്മൾ പാട്ടിട്ട് കാണുമ്പോൾ പറയാല്ലോ. ഏതായിരുന്നു ഇടയ്ക്കൊരു തമാശ പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ചത് പോയത്? പടം മൊത്തം ചിരിക്കുമായിരുന്നു. എങ്ങനെ വെള്ളത്തിൽ നിന്ന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ തർജ്ജിമ ചെയ്യുമ്പം ഈ തെലുങ്കിന്റെ ഒരു ഒഴുക്കോ ഒരു മീറ്ററും ഉണ്ട്. അപ്പം മലയാളത്തിലേക്ക് നമ്മൾ ആ അർത്ഥം കൺവേർട്ട് ചെയ്തിട്ട് ഈ മീറ്റർ ഫില്ല് ചെയ്യണം. ഇവർ ലിപ്പ് അനങ്ങുന്ന മുഴുവൻ ഫില്ല് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മലയാളത്തിൽ അത് എളുപ്പം പറയാമെങ്കിൽ ബാക്കി ഇത്രയും പീസ് കിടക്കും ഇവര് ലിപ്പ് അനക്കും. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറെ സാധനം ഇടും. ഫില്ലർ ഡയലോഗ്. അത് ഒരാവശ്യമില്ലാത്ത പരിപാടിയാണ്. അതെപ്പോ കേട്ടാലും ചിരി വരും. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഇവരെന്തിനാ വെള്ളത്തിൽ നോക്കിയിരിക്കുന്നത്? ഈ മരം വെള്ളത്തിൽ എങ്ങനെ മുങ്ങുന്നത് കാണാനാണോ? അങ്ങനെ വേറെ എന്തോ ഇതുപോലെ ഇവര് മൂർച്ച കൂട്ടിക്കൊണ്ട് ആയുധം മൂർച്ച കൂട്ടുന്നുണ്ട്. അപ്പോ ഇത് ഉപയോഗിക്കാനായിരിക്കും. എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലേ? പിന്നെ ദേവരയുടെ മകനെ പോലെ മറ്റു മക്കളും വളർന്നു. അല്ലല്ല, ദേവരയുടെ അല്ല, മറ്റേ ഇവന്റെ ഭൈരയുടെ മകൻ അല്ലല്ല, മറ്റുള്ള മക്കളെ പോലെ ഭൈരയുടെ മകനും ഒരു ചെറുപ്പക്കാരായി മാറി. അപ്പൊ നമ്മളതിലേക്ക് അതിപ്പോ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ വളരുമ്പോ ഇവര് വളരുന്നില്ല. അത് പറഞ്ഞു കേൾപ്പിക്കണം ആൾക്കാരെ. അങ്ങനെ കുറച്ച് ഡയലോഗ് റൈറ്റിംഗ് കാരണം തന്നെ നമുക്ക് മലയാളത്തിൽ കാണുന്നവർക്ക് കുറച്ച് ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്
നമ്മളിങ്ങനെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലല്ല ഇവർ സംസാരിക്കുന്നത്. അത് ഓൾറെഡി കൊമേഴ്ഷ്യൽ പടത്തിൽ അങ്ങനെ ആയിരിക്കും, കുറച്ച് ഹൈറ്റൻഡ് സംസാരമായിരിക്കും. എന്നാലും അതുപോലും ഒരു ഇമ്പാക്ട് ഇപ്പം വേറെ കുറെ പടത്തിൽ നന്നായിട്ട് ചെയ്ത് നമ്മൾ കണ്ട് ശീലിച്ചാണ്. ഇപ്പൊ ഈ സലാറിലൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഈ KGF അവിടെ ഇവിടെയൊക്കെ തോന്നും, അവിടെ ഇവിടെയൊക്കെ ഓക്കെയാണ്. ഇതിപ്പം ഒരു 50-60% ഇങ്ങനെ കുറച്ച് ഡയലോഗ്, എല്ലാ ഡയലോഗിലും പഞ്ച് വേണം നിർബന്ധമായിരുന്നു, അതിനുവേണ്ടിയാന്ന് തോന്നുന്നു ഇങ്ങനെ. പിന്നെ ഈ രക്തച്ചൊരിച്ചിൽ ചോരത്തിളപ്പം എന്നുള്ള സാധനം ഇടയ്ക്കിടയ്ക്കുണ്ട്. സെയ്ഫ് അലി ഖാൻ സംസാരിക്കുന്ന രക്തത്തെ കുറിച്ച് സംസാരിക്കാം. പുള്ളിക്കുള്ള ഡയലോഗ് വളരെ കുറവാണ്, സെയ്ഫ് അലി ഖാൻ ഇങ്ങനെ കാണാൻ രസമാണ്, ഭയങ്കര രസ്യൻ ലുക്കായിരുന്നു ആ മൂഡും. പുള്ളി അത് ക്യാരക്ടർ ലൈൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് പടം. NTR അത്രയും അത്രയും സ്ട്രെങ്ത് ഉള്ള റൈറ്റിംഗ് ഇല്ല NTRന്റെ റൈറ്റിംഗ് ഭയങ്കര വീക്കാണ്. NTRന്റെ റോൾ എഴുതിയേക്കുന്ന കുറച്ച് വീക്കായിട്ടാണ്. അപ്പൊ പുള്ളിക്ക് ചെയ്യാനും മാത്രം ഒന്നുമില്ല. ഈ മകന്റെ റോളിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, കാരണം ഒന്നുമില്ല. ആ മകന്റെ റോള് ചുമ്മാ അച്ഛന് അമ്മയുടെ നമുക്കിങ്ങനെ അമ്മയോട് ചുമ്മാ ചൂടാവുന്നു, അമ്മമ്മയോട് ചൂടാവുന്നു. ഇതിനകത്ത് തോന്നിയൊരു കാര്യം, ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ ഈ ഒരു വില്ലേജ് ആണല്ലോ കാണിക്കുന്നത്, പക്ഷെ അതിന് ചേർന്നൊരു പ്രൊഡക്ഷൻ ഡിസൈനായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം ഭയങ്കര ക്ലീനാണ്, എല്ലാവരും വടിവൊത്ത ഡ്രസ്സ്. NTRനെയൊക്കെ കണ്ടിട്ടേ പുള്ളി നേരെ ക്യാരവാനിൽ നിന്ന് ഇറങ്ങി വന്ന് അഭിനയിച്ച് തിരിച്ച് ക്യാരവാനിൽ കയറുന്നൊരു ഫീലാണ്. ആ ഒരു എഫേർട്ട് ഇട്ടത് കൂടുതലും കടലിലെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാനാണ്. പക്ഷേ ഈ ഗ്രൗണ്ട് ലെവലിൽ വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഇവർ ചുമ്മാ ഒരു വലയും തൂക്കി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഒരു വലയും തൂക്കി നടക്കുന്നത്, ഒരു മീനിനെ പോലും ജീവനുള്ളത് ഞാൻ കണ്ടില്ലെന്ന് ഒരു കടപ്പുറത്ത് ജീവിക്കുന്ന അവരുടെ ഒരു രീതിയിൽ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാനോ അതൊന്നും സെറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. എനിക്കൊരു സംശയം എന്താന്ന് വെച്ചാൽ ഈ പ്രകാശ് രാജിന്റെ കംപ്ലീറ്റ് സീക്വൻസ് ഇല്ലേ, എനിക്ക് തോന്നുന്നില്ല ഇത് ഇനീഷ്യൽ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. കുറേ സാധനമൊക്കെ കാണിച്ചത് ഇത് ഷൂട്ടിന്റെ അവസാനം ഷൂട്ട് ചെയ്തതല്ല, അതായത് പ്രത്യേകിച്ച് ലൈറ്റിങ് ഒരു സെറ്റപ്പും ഇല്ലാതെ കുറച്ച് ആ ഏരിയ വരുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് അവര് എക്സ്ട്രാ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവസാനത്തെ എഡിറ്റ് കണ്ട് ഇത് മനസ്സിലാവുന്ന ഡൗട്ട് ഉണ്ടായിട്ട് എക്സ്ട്രാ കുറച്ച് നറേഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇവരുടെ ഒരു വലിയ പ്രശ്നം ഇത് ആൾക്കാർക്ക് മനസ്സിലാകുമോ, മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ക്യാരക്ടറെ കൊണ്ട് കഥ പറയിക്കാം. അത് എപ്പോഴുും വർക്കാവണമെന്നില്ല. കാരണം ഇത് നമ്മൾ ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പം രണ്ട് ക്യാരക്ടർ സംസാരിക്കുന്നത്, ഇത് അച്ഛൻ ഇത് മകൻ മനസ്സിലാവുകയാണെങ്കിൽ കൂടി പുറകെ ഒരു നറേറ്റർ വന്നിട്ട് ഇടത്തെ സൈഡിൽ അച്ഛൻ നിൽക്കുന്നു, വലത്തെ സൈഡിൽ മകൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചേട്ടാ ഇതെന്തിനാണ്, നമുക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണ്. ഭൈരിയുടെ മകനാണ്, ഭൈരിയുടെ മകൻ. അങ്ങ് ദൂരെ തെങ്ങിന്റെ മറകിൽ ഒരാൾക്കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അമ്മ ലാസ്റ്റ് പ്രകാശാന്റെ അടുത്ത് വന്നിട്ട് ഭൈരവന്റെ മകന്റെയും മറ്റവന്റെ മകന്റെയും കൂടെയാണ് എന്റെ മകൻ പോയെന്ന്. അയ്യോ, എന്റെ മകൻ മാത്രം പറഞ്ഞ തിയേറ്ററിൽ പടം കാണാന്നുള്ളവർക്ക് കയറി കാണാം. പാട്ട് വേണമോ പാട്ട് ഇറക്ക്, ഡാൻസ് വേണമോ ഡാൻസ് ഇറക്ക്, ഫൈറ്റ് വേണമോ ഫൈറ്റ് ഇറക്ക്, പിന്നെന്താ ഇറക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇത് ഞങ്ങളുടെ 3 പേരുടെ അഭിപ്രായമാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് താഴെ വന്ന് കമൻറ്റിൽ പറയാൻ നന്നായിരിക്കും.